രാഷ്ട്രീയത്തിൽ നടക്കുന്ന പോരിനേക്കാൾ അതിഗംഭീരമായിട്ടുള്ള പോര്, അതാണ് അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം. പക്ഷേ ഇത്തരം വിവാദങ്ങളൊക്കെ നിൽക്കുമ്പോഴും ആരുമില്ലെങ്കിലും താൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകുട്ടി രംഗത്ത് നിൽക്കുന്നത് വളരെ വലിയ അത്ഭുതമാണ്. കാരണം എതിർവശത്ത് നിൽക്കുന്നത് രാഷ്ട്രീയപരമായിട്ടും അവരുടെ സിനിമാ മേഖലയിലും തന്നെ ഏറ്റവും കൂടുതൽ ഒരു പിടിപാടുള്ള ഒരു വലിയ സംഘം ആളുകൾ. അവർക്കെതിരെയാണ് അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പോരാട്ടം. തനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് ഒരു അക്ഷരം പോലും തെറ്റിപ്പോകാതെ അൻസിബ പറഞ്ഞ് ആളുകളെ വ്യക്തമാക്കി നൽകുകയും ചെയ്യുന്നുണ്ട്. അൻസിബയുടെ ഈ തീരുമാനം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയും പുറത്തു വരാനുള്ളത് വലിയ രീതിയിലുള്ള നിഗൂഢ പ്രവർത്തനങ്ങളായിരിക്കുമെന്ന് മനസ്സിലായതോടെ അവസാനം ടിനി ടോം ആ വിഷയത്തിൽ ഒരു അഴവ് വരുത്താൻ ശ്രമിക്കുന്നു. എങ്ങനെയെങ്കിലും അൻസിബയെ പറഞ്ഞ് അനുരഞ്ജനപ്പെടുത്തി ഈ വിഷയമൊന്ന് ഒതുക്കി തീർക്കാനുള്ള ശ്രമം പലയിടങ്ങളിൽ നിന്നും നടക്കുന്നു. പക്ഷേ മാപ്പ് അത് പൊതുമധ്യത്തിൽ തന്നെ അഭിമാനിച്ച് അതേ രീതിയിൽ പറയാൻ ടിനി ടോം തയ്യാറാകുകയാണെങ്കിൽ അനുരഞ്ജനം, അതല്ല എങ്കിൽ അങ്ങ് കോടതിയിൽ കാണാമെന്ന് ചുണയോടെ പറഞ്ഞിരിക്കുകയാണ് അൻസിബ. ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയിൽ അൻസിബയുമായി നടത്തിയിട്ടുള്ള അനുരഞ്ജന നീക്കം ഇപ്പോൾ പരാജയപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാപ്പ് എഴുതി നൽകണമെന്ന ടിനി ടോമിന്റെ ആവശ്യം അൻസിബ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. വിഷയം കോടതിക്ക് പുറത്ത് തീർക്കണമെന്നും പരാതി പിൻവലിക്കണം എന്നൊക്കെയായിരുന്നു അഡ്ഹോക്ക് കമ്മിറ്റി കൺവീനറും MLAയുമായ രമേശ് പിഷാരടി അടക്കം ഇടപെട്ടുകൊണ്ടുള്ള ഒരാവശ്യം. എന്നാൽ ഈ ആവശ്യം ഒന്നും ആലോചിക്കാതെ തന്റെ നിലപാടിൽ ഉറച്ചുകൊണ്ട് തന്നെ അൻസിബ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ടിനി ടോം പരസ്യമായി മാപ്പ് പറഞ്ഞാൽ പരാതി പിൻവലിക്കാമെന്നാണ് അൻസിബയുടെ മറുപടി. രാജിവെച്ച മുതിർന്ന താരങ്ങളുടെയും അനുനയിപ്പിക്കൽ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അൻസിബ ഒരൊറ്റ നിൽപ്പാണ് ആ തൻ്റെ നിലപാടിൽ എന്നുള്ളതാണ്. ഇതോടുകൂടെ ടിനി ടോം ഈഗോ കൊണ്ട് എന്തായാലും മാപ്പ് പറയാൻ പോകുന്നില്ല എന്നത് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കോടതിയിലെത്തും. കോടതി ഓരോ കാര്യങ്ങളും ഇഴകീറി പരിശോധിക്കുമ്പോൾ അമ്മയ്ക്കുള്ളിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ചുരുളഴിയും എന്നത് വ്യക്തമായി കഴിഞ്ഞു. ശ്വേതാ മേനോൻ, മല്ലിക സുകുമാരൻ എന്നിവരെ തിരികെ കൊണ്ടുവരാനടക്കമുള്ള നീക്കങ്ങളും അമ്മയ്ക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചന. അമ്മയുടെ അഡ്ഹോക്ക് കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസമാണ് ചേർന്നത്. അമ്മ സംഘടനയിൽ ഉടൻ സ്ഥിരം കമ്മിറ്റി രൂപീകരിക്കും എന്നുള്ള സൂചനയും രമേശ് പിഷാരടി നൽകിയിട്ടുണ്ട്. സ്ഥിരം കമ്മിറ്റിയുടെ ഭാരവാഹിത്വം താൻ ഏറ്റെടുക്കുന്നില്ല. ശ്വേതാ മേനോൻ, അൻസിബ, മല്ലിക സുകുമാരൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവർ എല്ലാവരും താനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു എന്നും രമേശ് പിഷാരടി അറിയിച്ചു. രാജിവെച്ചവരെ അമ്മയിൽ തിരിച്ചു എത്തിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും പിഷാരടി ചൂണ്ടിക്കാണിക്കുന്നു. ഭരണസമിതി രാജിവെച്ചതിന് പിന്നാലെയാണ് അമ്മ സംഘടനയെ താൽക്കാലികമായി നയിക്കാൻ ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയെ ഇപ്പോൾ നടൻ ജഗദീഷ് പ്രഖ്യാപിച്ചത്. 4 മാസമായിരിക്കും ഈ പറയുന്ന അഡ്ഹോക്ക് കമ്മിറ്റിയുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുക. സ്ഥിരം സമിതിയുടെ തെരഞ്ഞെടുപ്പ് പിന്നീട് നടത്തുകയും ചെയ്യും. രമേശ് പിഷാരടി കൺവീനറായിട്ടുള്ള അഡ്ഹോക്ക് കമ്മിറ്റിയിൽ KB ഗണേഷ് കുമാർ, അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ, സാദിഖ്, റോണി, ആശ അരവിന്ദ്, ഷാജോൺ, കൃഷ്ണപ്രഭ, ദേവി ചന്ദന എന്നിവരൊക്കെയാണ് ഉള്ളത്. ജനറൽ ബോഡി യോഗത്തിലെ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ ഇവയ്ക്കെല്ലാം ഭരണസമിതിയുടെ രാജിക്കും പിന്നാലെ അമ്മയിൽ പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ചതിന് പിന്നാലെ പെൻഷനും ഇൻഷുറൻസും റീത്തുമെല്ലാം വേണ്ട എന്ന് പ്രഖ്യാപിച്ചാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിപ്രിയ രാജി സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം ശ്വേതയ്ക്കൊപ്പം എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ടാണ് മല്ലിക സുകുമാരനും രാജി പ്രഖ്യാപിച്ചത് എന്നുള്ളതും ശ്രദ്ധേയം. അനീതികൾക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ ടാർഗറ്റ് ചെയ്യുന്നുവെന്നാണ് ടിനി ടോമും ആരോപിക്കുന്നത്. അഡ്ഹോക്ക് കമ്മിറ്റിയിൽ നിന്നും ആശ അരവിന്ദും രാജിവെച്ചിരിക്കുന്ന സാഹചര്യമാണ്. താരസംഘടന അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്ക് മത്സരിക്കാനോ സ്ഥാനങ്ങൾക്ക് വഹിക്കാനോ തനിക്ക് ആഗ്രഹമില്ല എന്നാണ് അൻസിബയുടെ ടേക്ക്. പുതിയ തുടക്കങ്ങൾക്കായി വഴി മാറിക്കൊടുക്കാനും താൻ തയ്യാറാണെന്നും ഒരു പ്രശ്നത്തിന് താൻ നിൽക്കുന്നില്ല എന്നും അൻസിബ വ്യക്തമാക്കുന്നു. അമ്മ ജനറൽ ബോഡി യോഗത്തിലെ നാടകീയ നീക്കങ്ങളാണ് ഇത്തരത്തിൽ ഓരോന്നും എന്നുള്ളതാണ് പറയേണ്ടി വരുന്നത്. ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം നിങ്ങളുടെ സ്നേഹവും പിന്തുണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബ അവരുടെ വാക്കുകൾ ചുരുക്കുമ്പോൾ അവർ പുറത്തേക്ക് കൊണ്ടുവന്നത് വലിയ അഴിമതികളുടെ രഹസ്യങ്ങളാണ് എന്നുള്ളതും മലയാളി പ്രേക്ഷകർ ഓർക്കണം. ഒപ്പം നിൽക്കുന്ന എല്ലാവരോടും ഹൃദയത്തിൽ ചേർന്ന സ്നേഹം നൽകിക്കൊണ്ട് തന്നെയാണ് അൻസിബ അവരുടെ തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിൽ ഒരിക്കലും പിന്നോട്ടില്ല എന്നും അൻസിബ പറഞ്ഞു വെക്കുന്നുണ്ട്.
ടിനി ടോം തനിക്കെതിരെ തുടർച്ചയായി അപവാദ പ്രചാരണങ്ങൾ നടത്തിയെന്ന കാര്യത്തിൽ ഇപ്പോഴും നടി ഉറച്ചു നിൽക്കുന്നു. ടിനി ടോമിന്റെ ഡ്രൈവറെ താൻ മതം മാറ്റാൻ ശ്രമിച്ചു എന്നതടക്കം ഉൾപ്പെടെയുള്ള വ്യാജ പ്രചാരണങ്ങളാണ് അയാൾ നടത്തിയിരിക്കുന്നതെന്നും തന്നെയും കുടുംബത്തെയും വേട്ടയാടാൻ ശ്രമിച്ചു എന്നുമാണ് അൻസിബ ടിനി ടോമിനെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ. താൻ കടുത്ത മാനസിക പീഡനത്തിന് ഇരയായെന്നും ടിനി ടോമിന്റേത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പെരുമാറ്റമാണെന്നും അൻസിബ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ അൻസിബയുടെ ആരോപണം നിഷേധിച്ചാണ് ടിനി ടോം രംഗത്തെത്തിയിരിക്കുന്നത്. സ്റ്റേജ് ഷോകൾ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും ചീത്തവിളികളും ഉണ്ടാകുന്നു. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരംഗത്തിന് മോശം മെസ്സേജോ പ്രവർത്തനങ്ങളെക്കുറിച്ചോ തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുമാണ് ടിനി ടോമിന്റെ അവകാശവാദം. ജിഹാദി എന്ന് താൻ വിളിച്ചിട്ടില്ല എന്ന് ടിനി ടോം പറയുമ്പോഴും അതിന് തെളിവുകളുണ്ട് എന്നാണ് നിരവധി ആളുകൾ പ്രതികരിക്കുന്നത്. എന്തായാലും ഇതേ തുടർന്ന് ടിനി ടോമിനെ പിന്തുണച്ചും എതിർത്തും അമ്മ സംഘടനയിലെ നിരവധി പേർ രംഗത്തുണ്ട് എങ്കിൽ പോലും ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും താൻ പറഞ്ഞ നിലപാടിനോട് ഉറച്ചു നിന്ന് താൻ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് മുൻപിലുണ്ടാകുമെന്നാണ് അൻസിബ പറയുന്നത്. അൻസിബയുടെ തുറന്ന പറച്ചിൽ അവർ കാണിച്ചിരിക്കുന്ന ഒരു ആർജവം അത് സോഷ്യൽ മീഡിയയിൽ അത്രമാത്രം വളരെ ശക്തമായിട്ട് അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന പ്രേക്ഷകരാണ് ഇപ്പോൾ ഉള്ളത് എന്നും പറയേണ്ടി വരുന്നു. കാരണം ഈ പറയുന്നത് പോലെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് വലിയ ലോബി എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു ടീമിനെതിരെയാണ് അൻസിബ ഇപ്പോൾ രംഗത്തുള്ളത്. താൻ പല കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്രയും കാലം സോഷ്യൽ മീഡിയയിലൂടെയും സിനിമയിലൂടെയും ഒക്കെ കണ്ട ആ നല്ല മുഖങ്ങളുടെ യഥാർത്ഥ മുഖം മൂടി അഴിച്ചു വീഴപ്പെടും എന്നുള്ള സാഹചര്യത്തിലേക്ക് വരെ പോകുമെന്ന് അറിഞ്ഞിട്ടും ഒരുപക്ഷെ അൻസിബയുടെ കരിയർ തന്നെ നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ കരിയറിൽ തന്നെ വലിയൊരു തടസ്സം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് അടക്കം കുരുക്കുമുറുകും എന്നുള്ള സാഹചര്യമായിരുന്നിട്ട് പോലും അൻസിബ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില മാധ്യമങ്ങളും ഒക്കെ ആയിട്ട് അൻസിബ സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അവർ പറയുന്ന കാര്യങ്ങൾ ഏറെ നമുക്ക് വ്യക്തമാകുന്നത് ഇവർക്ക് ഇടയിലുണ്ടായിട്ടുള്ളത് ഈ സ്റ്റാറ്റസ് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ അധികാരത്തോടുള്ള മോഹവും അതുമായി ബന്ധപ്പെട്ടുള്ള ഈഗോ ക്ലാഷുകളും സാമ്പത്തിക നേട്ടങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു വലിയ സംഘം പ്രവർത്തിച്ചപ്പോൾ അതിനെതിരെ അൻസിബ നിന്നത് കൊണ്ടുണ്ടായിട്ടുള്ള ഒറ്റപ്പെടലാണ് അൻസിബ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അൻസിബയുടെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസവും സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. ആക്രമിക്കപ്പെട്ട അതിജീവിത ഉൾപ്പെടെ ഒരു സ്ത്രീക്കും അമ്മയിൽ നിന്ന് നീതിയും പരിഗണനയും ലഭിച്ചിട്ടില്ല എന്ന് തുറന്നു പറയുകയാണ് അൻസിബ ഹസൻ. അത് മനസ്സിലായ ശേഷമാണ് സംഘടനയിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചതെന്നും തന്റെ രാജി അത്തരമൊരു കാര്യങ്ങൾ കൂടെ നേരിടേണ്ടി വന്നതുകൊണ്ടാണ് എന്നും പറയുമ്പോൾ അൻസിബയുടെ കണ്ണുകൾ നിറയുകയാണ്. ഗൃഹലക്ഷ്മിക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് അൻസിബ ഈ കാര്യങ്ങൾ തുറന്നടിച്ചത്. സംഘടനയെ ഒരിക്കലും തള്ളി പറയുന്നില്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ അംഗങ്ങൾക്കായിട്ട് അമ്മ ചെയ്തു വെച്ചിട്ടുണ്ട്. സംഘടനയെ ഒരിക്കലും തള്ളി പറയുന്നില്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ അംഗങ്ങൾക്കായിട്ട് അമ്മ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാൽ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങൾ വേദനാജനകം തന്നെയാണ്. ചോദ്യം ചെയ്യുന്നവരെ നിശബ്ദരാക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമ്മിറ്റിയിൽ പറയുക അസ്വാഭാവികമാണ്. പക്ഷേ വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞാൽ അത് മനസ്സിൽ വച്ച് വ്യക്തിപരമായി ആക്രമിക്കുന്നവരാണ് ഈ കൂട്ടത്തിലെ പലരും എന്നാണ് അൻസിബ ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്കെതിരെ അവിഹിത കഥകൾ പ്രചരിപ്പിക്കുന്നതും കള്ളക്കേസിൽ കൊടുക്കാനായി പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതും വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചതും സംഘടനയുള്ളവർ തന്നെയാണ്. അതിനെതിരെ പലതവണ തെളിവ് സഹിതം പരാതികൾ ഉന്നയിച്ചിട്ടും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പരിഗണിച്ചില്ല. അതിജീവിത ഉൾപ്പെടെ വേദനിക്കുന്ന ഒരു സ്ത്രീക്കും ഈ കമ്മിറ്റിയിൽ നിന്ന് നീതിയും പരിഗണനയും ലഭിക്കില്ല എന്ന് ഉറച്ച വിശ്വാസമാണ് രാജിയിലേക്ക് എത്തിച്ചതെന്ന് അൻസിബ പറയുന്നു. രാജി അറിയിച്ചപ്പോൾ കണ്ണു തള്ളിയ ഒരു ഇമോജിയായിരുന്നു പ്രസിഡന്റിന്റെ മറുപടി. ഇങ്ങനെ പോകുന്നു അൻസിബയുടെ വാക്കുകൾ. എൻ്റെ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ ഇവയ്ക്കൊന്നും തർക്കങ്ങൾക്കുമൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് അമ്മ ഭരണസമിതിയിൽ നിന്ന് താൻ രാജിവെക്കുന്നത്. പ്രസിഡന്റായ ശ്വേതാ മേനോൻ ഉൾപ്പെടെ 17 അംഗ ഭരണസമിതിയാണ് രാജിവെച്ചതായി അറിയിച്ചിരിക്കുന്നത്. വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ വരവ് ചെലവ് കണക്കുകളെ ചൊല്ലിയുള്ള തർക്കം മൂർച്ഛിച്ചതോടെയാണ് അമ്മ ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളും രാജിവെക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണെന്ന് ശ്വേതാ മേനോൻ വേദിയിൽ കയറി അറിയിച്ചു. അധികാരത്തിലെത്തി 1 വർഷം തികയുന്നതിന് മുൻപാണ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് സ്ത്രീകൾ നേരിട്ട് വന്നിട്ടുള്ള സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഉണ്ടാകുന്നത്. അത് പൂർത്തീകരിക്കും മുമ്പ് തന്നെ പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം.